ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ മോഹൻ ബഗാന് കഴിഞ്ഞിട്ടില്ല. അതിന് പിന്നാലെ ഹൊസെ മൊളീനയും അതുപോലെ തന്നെ മോഹൻ ബഗാൻ മാനേജ്മെൻറ്റും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പരിശീലകനെ പുറത്താക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ക്ലബ്ബ് മാനേജ്മെൻറ്റ് ഉള്ളത് എന്നത് കൊൽക്കത്തൻ മാധ്യമങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യമാണ്. അധികം വൈകാതെ തന്നെ അക്കാര്യത്തിലൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പകരം 3 പരിശീലകരെയാണ് പ്രധാനമായി ഇപ്പോൾ മോഹൻ ബഗാൻ പരിഗണിക്കുന്നത്. ഒഡീഷയുടെ പരിശീലകനായ സെർജി ലൊബേറ, അതുപോലെ തന്നെ ആൽബർട്ടോ റോക്ക എന്നിവരുടെ പേരുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൂടാതെ പേര് വ്യക്തമാവാത്ത ഒരു പരിശീലകൻ കൂടിയുണ്ട്. അതേസമയം MBFT ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അതായത് മോഹൻ ബഗാൻ അന്റോണിയോ ഹബാസിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, അഥവാ അദ്ദേഹത്തെ തിരിച്ചെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ മോഹൻ ബഗാന്റെ ഓഫർ സ്വീകരിക്കാൻ ഹബാസ് ഇപ്പോൾ തയ്യാറാണ്. അതായത് മോഹൻ ബഗാനിലേക്ക് തിരിച്ചെത്താൻ ഹബാസിന് ഇപ്പോൾ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്തെന്നാൽ മോഹൻ ബഗാൻ നിലവിൽ ഹബാസിനെ പരിഗണിക്കുന്നില്ല. നമുക്കറിയാം, ഐ ലീഗ് ക്ലബ്ബായ ഇന്റർ കാശിയുടെ പരിശീലകനാണ് ഹബാസ്. അവരെ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കാൻ ഈ പരിശീലകന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ISLലേക്ക് വീണ്ടും മടങ്ങിയെത്തുകയാണ്. പക്ഷേ മോഹൻ ബഗാന്റെ മാനേജ്മെന്റ് ഈ പരിശീലകനെ നിലവിൽ പരിഗണിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു ഓപ്ഷനുകളെ ലഭിച്ചിട്ടില്ലെങ്കിൽ ഹബാസിന് വേണ്ടി അവർ ശ്രമിച്ചേക്കും. മോഹൻ ബഗാനിലേക്ക് തിരിച്ചെത്താൻ ഹബാസിന് ഇപ്പോൾ താല്പര്യമുണ്ട്. മോഹൻ ബഗാൻ മാനേജ്മെന്റിൽ നിന്നും ഓഫർ ലഭിച്ചു കഴിഞ്ഞാൽ ഇന്റർ കാശിയുടെ പരിശീലക സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചെത്താൻ ഹബാസ് റെഡിയാണ് എന്നാണ് MBFT ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.